കാണിക്കാൻ പോകുന്നത് ഈവനിങ് സ്നാക്കായ ഒരു ചിക്കൻ റോളിൻ്റെ റെസിപ്പിയാണ്. അത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന വീഡിയോ നമുക്ക് കണ്ടു നോക്കാം. ചിക്കൻ റോൾ തയ്യാറാക്കാനായിട്ട് ആദ്യം നമ്മൾ 1.5 കപ്പ് മൈദ എടുക്കുക. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കുക. ബേക്കിംഗ് സോഡയല്ല, ബേക്കിംഗ് പൗഡർ തന്നെ ചേർക്കണം. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. പൊടി നന്നായിട്ട് മിക്സ് ആവണം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ, അത് എന്ത് ഓയിലായാലും കുഴപ്പമില്ല, വെജിറ്റബിൾ ഓയിൽ ഒഴിക്കുക, ഇല്ലെങ്കിൽ ബട്ടർ ആയാലും ചേർക്കാം. നന്നായി മിക്സ് ചെയ്യുക. ഓയിലും ഉപ്പും ഒക്കെ നന്നായിട്ട് പൊടിയിൽ മിക്സ് ആവണം. ആവശ്യത്തിന് വെള്ളമൊഴിച്ച്, നോർമൽ വാട്ടറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്, അത് കുറേശ്ശെ ഒഴിച്ച് കുഴച്ചു കൊടുക്കുക. ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ അത്ര കട്ടിയിലേക്ക് കുഴയ്ക്കേണ്ട, ചെറുതായിട്ടൊരു ലൂസായിട്ട് കുഴയ്ക്കാം. മാവ് കുഴച്ചത് നമ്മൾ 1 മണിക്കൂർ മൂടി വെച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അതിനാവശ്യമുള്ള ഫില്ലിംഗ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ മീഡിയം സൈസ് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, 3 പച്ചമുളക്, ഒരു മീഡിയം സൈസ് സവാള അരിഞ്ഞത് ചേർത്ത് നന്നായിട്ട് വഴറ്റുക. സവാള പെട്ടെന്ന് വഴന്നു വരാനായി അതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. സവാള നന്നായി വഴന്നു വരുമ്പോൾ അതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, നമുക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി വേണമെങ്കിൽ ചേർക്കാം. നന്നായിട്ട് വഴറ്റുക. വെളിച്ചെണ്ണ കുറവാണെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. മസാലയുടെ പച്ചമണം മാറുമ്പോൾ അതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി എരിഞ്ഞത് ചേർക്കുക. നന്നായി വഴറ്റി കൊടുക്കണം. തക്കാളി വഴന്നു ചേരുമ്പോൾ അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഇട്ട് വേവിച്ച ബോൺലെസ് ചിക്കനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത് 150 ഗ്രാമാണ് എടുത്തിരിക്കുന്നത്. ആ ചിക്കൻ മിക്സിയിൽ ഒന്ന് ചെറുതായി ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ചേർക്കുക. എന്നിട്ട് നന്നായി ഇളക്കുക. തക്കാളി പുളിയുള്ളതാണെങ്കിൽ ചെറുനാരങ്ങ നീര് വേണ്ട. എൻ്റെ തക്കാളി പുളിയില്ലാത്തത് കാരണം ഞാനിവിടെ കുറച്ച് ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. നേരത്തെ സവാള വഴറ്റിയപ്പോൾ നമ്മൾ കുറച്ച് ചേർത്തിട്ടുണ്ട്, നോക്കി വേണം ഇടാൻ. ചിക്കനിലും നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട്, അപ്പോൾ പാകത്തിന് ചേർത്താൽ മതി. 1 മണിക്കൂറിന് ശേഷം മാവ് വീർത്തിട്ടുണ്ട്. അത് ചെറുതായിട്ട് ഒന്നുകൂടി കുഴയ്ക്കുക.
2 മുട്ട ഞാൻ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. റസ്ക് പൊടിച്ചത് ഒരു 6 എണ്ണം മിക്സിയിലിട്ട് പൊടിച്ചതാണ്, അത് എടുത്തിട്ടുണ്ട്. ചിക്കൻ നേരത്തെ തയ്യാറാക്കിയതും എടുത്തു വെച്ചിട്ടുണ്ട്. കയ്യിൽ കുറച്ച് മൈദ ഒന്ന് തടവിയ ശേഷം നമ്മുടെ കുഴച്ച് വെച്ച മാവിൽ നിന്ന് ഒരു നാരങ്ങയുടെ വലുപ്പത്തിനേക്കാളും കുറച്ച് കൂടിയ വലുപ്പത്തിൽ ഒരു ഉരുള എടുത്തിട്ട് അതൊന്ന് നീളത്തിൽ ചിക്കൻ റോളിൻ്റെ ആകൃതിയിൽ ഒന്ന് നീളത്തിൽ പരത്തിയിട്ട് അതിനുള്ളിലേക്ക് നമ്മുടെ ഫില്ലിങ് വയ്ക്കുക. ഫില്ലിങ് വെച്ചതിന് ശേഷം അത് ചിക്കൻ റോളിൻ്റെ ആകൃതിയിൽ നമ്മൾ ഉരുട്ടിയെടുക്കുക. സൈഡൊക്കെ നന്നായിട്ട് പൊട്ടിക്കണം. അതിൽ വിടവ് വരാൻ പാടില്ല. വിടവ് വന്നു കഴിഞ്ഞാൽ ഫില്ലിങ്ങൊക്കെ പുറത്തേക്ക് നമ്മൾ എണ്ണയിലിട്ട് പൊരിക്കുമ്പോൾ ഫില്ലിങ്ങൊക്കെ പുറത്തേക്ക് വരും. അപ്പോൾ അതൊക്കെ നന്നായിട്ട് കവർ ചെയ്തിട്ട് വേണം നമ്മൾ കയ്യിലിട്ട് ഒന്ന് ചെറുതായിട്ട് ഉരുട്ടി കൊടുക്കുക. ഇതുപോലെ നമ്മൾ ബാക്കിയുള്ള എല്ലാ റോളും തയ്യാറാക്കുക. റോൾ നമ്മൾ മുട്ടയിൽ നന്നായി മുക്കിയതിന് ശേഷം റൊട്ടിപ്പൊടിയിൽ നന്നായിട്ട് കവർ ചെയ്തെടുക്കുക. ഞാനിവിടെ ചിക്കൻ റോൾ പൊരിക്കാനായിട്ട് ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആദ്യം നമ്മൾ ഗ്യാസ് ഫ്ലെയിം കൂട്ടി ഓയിൽ ചൂടായതിനു ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് മീഡിയത്തിലാക്കിയതിന് ശേഷം നമ്മൾ ചിക്കൻ റോള് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് മുക്കി പൊരിക്കണം. അത് നമ്മൾ ഇടയ്ക്ക് തിരിച്ചു മറിച്ചു വിട്ട് ഒരു ബ്രൗൺ നിറമാവുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന അതേ രുചിയിൽ നമുക്ക് എളുപ്പം ചിക്കൻ റോൾ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്.